മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരദ ഭക്തിസൂത്രത്തിൽ സാസ്തു അസ്മിൻ പരമപ്രേമരൂപ, ഭക്തി എന്നുള്ളത് പരമപ്രേമരൂപമാണെന്ന് വ്യാഖ്യാനിച്ചതിന് ശേഷം അമൃതസ്വരൂപാച്ച, അത് പരമപ്രേമരൂപം മാത്രമല്ല, അത് അമൃതസ്വരൂപം കൂടിയാണ്, മരണധർമ്മത്തിനുപരി എത്തിക്കുന്നത് കൂടിയാണ് എന്നാണ് അമൃതസ്വരൂപാച്ച എന്ന് ച എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് അവിടെ അതും കൂടിയാണ് എന്ന് പറഞ്ഞു. ഒന്നിനോട് യോജിപ്പിച്ചുകൊണ്ടാണ്. അമൃതസ്വരൂപാച്ച എന്നുള്ള അതിൻ്റെ വ്യാഖ്യാനം ശരിക്കും പരമപ്രേമരൂപ എന്നുള്ളതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ കണക്കാക്കേണ്ടത്. ഏതായാലും അത് ഇന്ന് ചർച്ച ചെയ്യാനവിടെ നിൽക്കട്ടെ. ഇന്ന് ഗുരുപൂർണിമയാണ്, ആഷാഢമാസത്തിലെ പൂർണിമ, വ്യാസ പൂർണിമ. അഖില ജഗത്തിനും ഗുരുവായ കൃഷ്ണദ്വൈപായന വ്യാസൻ ആ ഒരു ദിവസം ആചരിക്കുന്ന ദിവസം എന്ന് പറയുമ്പോൾ അവിടെ ഗുരുവിനെ, ഗുരുതത്വത്തെ കുറിച്ച് അല്പം ചിന്തിക്കാതെ വയ്യ. അതുകൊണ്ട് ഇന്ന് നമുക്ക് അതും ആവാം. പിന്നെ സംസ്കൃതത്തിലെ വ്യാകരണം ഗ്രന്ഥം ഇത്രയേ ഉള്ളൂ. വ്യാകരണം എത്രയേ ഉള്ളൂ എന്നല്ല, നമുക്ക് ഇതൊന്ന് സാമാന്യമായി ഇതിനുള്ളിലൂടെ ഒരു ചർച്ച ചെയ്ത് പോകാം. പഠിപ്പിക്കാനല്ല, പഠിക്കാനാണ്. നമ്മൾ പഠിപ്പിക്കുകയല്ല, പഠിക്കാനാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അല്പസ്വല്പമൊക്കെ സ്വാമിജിയിൽ നിന്ന് കേൾക്കാനിടയായി, പഠിക്കാനിടയായി എന്ന് പറയാൻ വയ്യ, പഠിക്കണം അവനാ വിചാരിക്കണമല്ലോ. അതുകൊണ്ട് അത് ഒന്ന് നമുക്കിതിൻ്റെ ഇടയിലൂടെ ചർച്ച ചെയ്ത് പോകാം. ഒരു ക്ലാസ്സൊക്കെ അതിന് മാറ്റിയേക്കാം. അന്ന് ഗുരുപൂർണിമയായിട്ട് ഇന്ന് തന്നെ അതിൻ്റെ ഒരു പ്രാരംഭം എന്നുള്ള നിലയ്ക്ക് തുടങ്ങിയേക്കാം. അപ്പോൾ ഇന്ന് അമൃതസ്വരൂപാച്ച എന്നുള്ള അമൃതസ്വരൂപവും കൂടിയാണ് ഭക്തി എന്നുള്ളത്. ആ അമൃതന്നെ അമൃതസ്വരൂപത്തിലിരുന്നു കൊണ്ട് തന്നെ, അമൃതസ്വരൂപം എന്ന് പറയുമ്പോൾ ഇന്ന് ഗുരുപൂർണിമയാണല്ലോ, അങ്ങനെ അമൃതസ്വരൂപന്മാരായ ആചാര്യന്മാരെ സ്മരിച്ചുകൊണ്ട് ആ ഒരു ദിവസമാണ് ഇന്ന്. ചിന്തിക്കാം അല്പം. ഗുരുതത്വത്തെക്കുറിച്ച് ഒരു പ്രസംഗം നടത്തണമെങ്കിൽ, ക്ലാസ് എടുക്കണമെങ്കിൽ ആദ്യം ഗുരു ആവണം. അതല്ലാത്തത് കൊണ്ട് ഗുരുവിനെ കുറിച്ച് പറയാൻ നമ്മൾ തയ്യാറല്ല. ഗുരുവിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആർക്കേ പറ്റൂ? ഒരാളെ വിലയിരുത്തണമെങ്കിൽ തന്നെ വേണ്ടേ? വെറും ഭംഗിവാക്കൊന്നുമല്ല, ശരിക്കും അങ്ങനെ തന്നെയാണ് ശാസ്ത്രം. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരാളുടെ പേപ്പർ നോക്കണമെങ്കിൽ ചുരുങ്ങിയത് 10ാം ക്ലാസ്സെങ്കിലും പഠിക്കണം. താഴെ പഠിക്കുന്നവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഗുരുവിനെ എങ്ങനെ പറഞ്ഞ് വ്യാഖ്യാനിച്ച് സമർത്ഥിക്കാൻ ശ്രമിച്ചാലും അതൊക്കെ അവരവരുടെ ദൃഷ്ടിയാണ് എന്നുള്ള ദോഷം അതിലുണ്ട്. ഗുരുവിനെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് നമ്മുടെ ദൃഷ്ടിയാണ്. ആ ദൃഷ്ടി പിൻപറ്റി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നല്ലൊരു ഭാവം, നല്ലൊരു ഉദ്ദേശം എന്നുള്ളത് മാത്രമേ നമുക്കതിൽ കാണാൻ പറ്റൂ. ഉദ്ദേശശുദ്ധി മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അല്ലാതെ ആ വ്യാഖ്യാനം ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ഗുരു ഇങ്ങനെയൊക്കെ ആവണം, ഗുരു ഇങ്ങനെയൊക്കെ ആണ് എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അതൊന്നും ഗുരുവിനെ സംബന്ധിച്ച് ശരിയാണെന്നല്ല. നമുക്ക് അത് നല്ലൊരു ഭാവത്തെ സൃഷ്ടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ആ ഒരു ഉദ്ദേശശുദ്ധി മാത്രമേ അതിൽ നമുക്ക് എടുക്കാനുള്ളൂ. ബാക്കിയൊക്കെ തള്ളേണ്ടതാണ്. അല്ലാതെ വിലയിരുത്താനുള്ള ഒരു അളവ് പോലായി അതിനെ മാറ്റരുത്. ഗുരു എന്നുള്ള ശബ്ദം തന്നെ ഗുശബ്ദം അന്ധകാരത്തെയും രുശബ്ദം അത് നിരോധിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു.
ഗുശബ്ദം അന്ധകാരത്തെയും രുശബ്ദം അത് നിരോധിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. അല്ലാതെ അറിവ് കൊടുക്കുന്ന ആളല്ല ഗുരു, അജ്ഞാനത്തെ നീക്കുന്ന ആളാണ്. ഒന്നുകൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനം എന്നുള്ളത് കേവലം എന്താണ്, ഒരു ദൃഷ്ടി മാത്രമാണ്. വാസ്തവത്തിൽ അജ്ഞാനം ഇല്ല, അജ്ഞാനം ഉണ്ട് എന്ന് പറയാൻ വയ്യ. പിന്നെ എന്താണ്? തിരിച്ചറിവാണ്. തെറ്റിദ്ധാരണയെ നീക്കി ശരിയായ ധാരണയെ നമുക്ക് ഉണ്ടാക്കി തരും. ഉള്ളതായ ഒന്നിനെ തെളിയിക്കുക. അതിനനേകം ഉദാഹരണങ്ങളുണ്ട്, ഇനിയിപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല. ഖണ്ഡകാമീകര ന്യായം തുടങ്ങിയവ ഒക്കെ അതിനുള്ളതാണ്. ഉള്ളതായ ഒന്നിനെ തിരിച്ചറിയുക, അത് തിരിച്ചറിയിക്കാൻ വേണ്ടി ഒരു മാർഗദർശിത്വം. അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ. അജ്ഞാനമാകുന്ന ആവരണം കൊണ്ട് ജന്തുക്കൾ മോഹിച്ചിരിക്കുന്നു. മോഹം എന്ന് പറഞ്ഞാൽ തന്നെ തിരിച്ചറിവില്ലായ്കയാണ് മോഹം. തിരിച്ചറിവില്ലായ്മയിൽ നിന്നാണ് ശോകം ഉണ്ടാവുന്നത്. അപ്പൊ മോഹമാണ് ശോകത്തിന് കാരണം, കാമത്തിന് കാരണം, കാമകർമ്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന മോഹം, ശരിയും തെറ്റും തിരിച്ചറിയാത്ത അവസ്ഥ. ഈ കാമകർമ്മങ്ങളാണ് ദുഃഖത്തിന് കാരണം, കാമ്യകർമ്മങ്ങൾ. അപ്പൊ ദുഃഖത്തിന് കാരണം എന്താന്ന് ചോദിച്ചാൽ തിരിച്ചറിവില്ലായ്മയാണ്. അറിവില്ലായ്മയല്ല, തിരിച്ചറിയില്ലായ്മയാണ്. ഈ തിരിച്ചറിവുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് ഉള്ളതായ അറിവിനെ വെളിപ്പെടുത്തി കൊടുക്കുക. അതുകൊണ്ടാണ് ഗുശബ്ദം അന്ധകാരത്തെയും രുശബ്ദം അത് നിരോധിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നത്. ഒരാൾക്കും ഒരാളെയും പഠിപ്പിക്കാൻ പറ്റില്ല. 1000 കുതിരകളെ ജലാശയത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞേക്കാം, ഒരു കുതിരയെങ്കിലും വെള്ളം കുടിപ്പിക്കാൻ 1000 ആൾ വിചാരിച്ചാലും കഴിയില്ല. അതെ, നമ്മൾ തന്നെ ശ്രമിക്കണം. ഇവിടെ ഗുരു എന്ന് പറഞ്ഞാൽ അഖില ജഗത്തിനും ഗുരുവാണ് വ്യാസൻ. അഖില ജഗത്തിനും ഗുരുവാണ്. അഖില ജഗത്തിനെന്ന് പറഞ്ഞാൽ ജഗതീതി ജഗത്ത് എന്നാണ്. ചലനാത്മകമായതേതോ അതാണ് ജഗത്ത്. അപ്പൊ ജഗത്ത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു നമ്മുടെ പരിമിതമായ ബുദ്ധി പോരാ. അതുകൊണ്ട് നമുക്ക് ഊഹിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ചലനാത്മകമായ എല്ലാം, സൂര്യനടങ്ങുന്ന ആ ഒരു കുടുംബത്തിൽ സൂര്യൻ ചലിക്കാത്തതായി കൽപ്പിക്കുക, അങ്ങനെയൊന്നും പോരാ. ജഗത്ത് എന്ന് പറയുന്ന സമയത്ത് ചലനാത്മകമായ എല്ലാറ്റിനെയുമാണ് അവിടെ പറഞ്ഞത് ജഗത്ത് എന്ന്. ജഗതീതി ജഗത്ത്, ചലനാത്മകമായതേതോ അത് ജഗത്ത്. അതിന് മുഴുവൻ ചലിക്കാത്തതായ ഒരടിസ്ഥാനം കൂടിയേ തീരൂ. അതിനൊരു ഗുരു കൂടിയേ തീരൂ. അതിനെല്ലാം ചലിപ്പിക്കുന്ന, അതിനെല്ലാം മാർഗദർശിത്വം അരുളുന്ന ഒന്നുണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ അഖില ജഗത്തിനും ഗുരുവാണ് വ്യാസൻ എന്ന് പറയുമ്പോൾ വ്യാസൻ എന്നുള്ള ആ ഒരു വ്യക്തിയെ അല്ല നമ്മൾ കാണുന്നത്. വ്യാസനിലൂടെ നമ്മളൊരു തത്വത്തെയാണ് കാണേണ്ടത്. ഇപ്പൊ ഗുരു വ്യക്തിയല്ല, ഗുരു തത്വമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരാൾ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ആ വ്യാഖ്യാനം എന്നുള്ളത് അയാളുടെ വ്യാഖ്യാന കുശലത കൊണ്ട് അയാൾ പറയുന്നതായിരിക്കാം. അത് വെച്ച് ഗുരുനാഥനെ അളക്കാൻ പോകരുതെന്ന്. അതുകൊണ്ട് ഗുരു വ്യക്തിയല്ല എന്ന് പറയുമ്പോൾ ഒരാളൊരു വ്യക്തിയെ പൂജിക്കുന്നു, അതിനെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്, അതിനെ നമ്മൾ എതിർക്കുകയല്ല ചെയ്യുന്നത്. അതെല്ലാം ഈ ഒരു തത്വത്തിലേക്ക് നയിക്കുമെങ്കിൽ അത് നല്ലതാണ്. വിവേകാനന്ദ സ്വാമികൾ പറയുന്നില്ലേ, മുട്ടുകുത്തലും പിറുവിറുക്കലുമല്ല മതം, അതെല്ലാം നന്ന് അതിനുപരിയുള്ള ഒരു തത്വത്തിലേക്ക് നമ്മെ നയിക്കുമെങ്കിൽ. അത്ര ലളിതമായിട്ട് തീർത്തും ലൗകിക രീതിയ അതിനെ അവതരിപ്പിച്ചിരിക്കുക. ചോറ്റുപാത്രം നിങ്ങളുടെ പൂജാവിഗ്രഹമാവുന്ന കാലത്തോളം നിങ്ങൾക്ക് ഈശ്വരനെ ദർശിക്കാൻ കഴിയില്ല. അപ്പൊ ഇതൊക്കെ നല്ലതാണ്. ഏതിന്? അതിനുപരി ഇപ്പോ നമ്മള് ഭക്തിസൂത്രങ്ങൾ എടുത്ത സമയത്ത് സ്വാത്വ അസ്മിൻ പരമപ്രേമരൂപ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവിടെ പ്രേമരൂപം എന്നുള്ളത് പലതും അവരുടെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും കാരണമായതിനെ നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെ ചർച്ച ചെയ്തു. ഇന്ന് നടമാടുന്ന ഒരുപാട് ഭക്തിയുടെ പേരിൽ കാട്ടിക്കൂട്ടുന്ന പലതും അതൊന്നും ഭക്തി അല്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിന് മറ്റൊരു വശമുണ്ട്. അപ്പൊ നമ്മൾ
സീസണൽ ഭക്തി എന്ന് പറഞ്ഞ് ശബരിമല വ്രതാനുഷ്ഠാനത്തെ കുറിച്ച് പറയാറുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല, പറയാറുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ അതിനുപരി മറ്റൊന്നുണ്ട്, ദുർലഭം ചിലർക്ക് ഗുണകരമാവുന്നുണ്ട്. അത് മറ്റൊന്നിന് പ്രചോദനമാണെങ്കിൽ അതെല്ലാറ്റിനെയും അടക്കി ആക്ഷേപിക്കാനല്ല, പിന്നെന്താണ്, അതിൽ കറകളഞ്ഞ ഒരു സ്ഥിതിയിലൂടെ നമുക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ തെറ്റായ വഴിയെ നമ്മൾ നിന്ദിക്കുന്നത്. ഉപനിഷത്ത് പറഞ്ഞ പോലെ ഒന്നിനെയും നിന്ദിക്കാനല്ല, പിന്നെന്തിനാണ്, സ്തുതിക്കാനാണ്. ഇപ്പൊ 41 ദിവസം വ്രതം എടുക്കണം എന്ന് പറഞ്ഞാൽ 41 ദിവസം തന്നെ വ്രതം എടുക്കാൻ വേണ്ടിയില്ല, അല്ലാതെ അത് കഴിയില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. 4 ദിവസം കൊണ്ട് എടുത്തു പോയി കഴിഞ്ഞാൽ അതിലേറെ ദോഷമായിരിക്കും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒന്നിനെ വന്ദിക്കണമെങ്കിൽ തന്നെ എന്തുണ്ടാവും, ഇന്ന് നടക്കുന്ന നിന്ദകളെ പറയേണ്ടി വരും. രാക്ഷസനെ ഇല്ലായ്മ ചെയ്യാനല്ല രാമൻ വന്നത്, പിന്നെന്തിനാ, സജ്ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, സജ്ജന രക്ഷണത്തിന് വേണ്ടിയാണ് ഭഗവാൻ അവതരിക്കുന്നതെന്ന് പറയും. സജ്ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യും, ദുർജനങ്ങളെ നിഗ്രഹിക്കേണ്ടി വരികയാണ് ഏതായാലും. അല്ലാതെ അതെന്നെ ഒരു പണിയാക്കി തീർത്തിരിക്കുന്നതല്ല. മറ്റുള്ളവരെ നിന്ദിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി എന്ത് പറഞ്ഞാലും അതിനെയൊക്കെ നിന്ദിക്കുക, മറ്റ് സമ്പ്രദായങ്ങളെ മുഴുവൻ നിന്ദിക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ അധപ്പതിച്ചിട്ടൊന്നുമില്ല നമ്മുടെ ആചാര്യന്മാർ. അവരങ്ങനെയല്ല പറഞ്ഞത്. അത് നമുക്ക് സൂക്ഷ്മമായി ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നന്മയെ വന്ദിക്കാൻ വേണ്ടി തിന്മയെ അവർ ദ്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഗുരു എന്നുള്ളത് വ്യക്തി എന്നുള്ള നിലയ്ക്ക് നല്ലതല്ല എന്ന് പറയുമ്പോൾ ചീത്തയാണ് എന്ന് അർത്ഥമില്ല. നല്ലതല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചീത്തയാണെന്ന് തന്നെയാണ് ലൗകിക ഭാഷയിൽ. പക്ഷെ ഇവിടെ പറയുന്നത് അതല്ല. എന്താണ്, അതൊക്കെ അയാളെ അതിനുപരി എത്തിക്കുമെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ പലപ്പോഴും എത്തിക്കുന്നത് കാണുന്നില്ല. അതിന് ഉത്തരവാദി ആരാണ്? രണ്ടു ഭാഗവും പറയണം അല്ലേ. ഇന്ന് ഇപ്പൊ ഗൗരി ശങ്കരാശ്രമത്തിൽ ക്ലാസ് എടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞു, ഞങ്ങളോട് ഒരാൾ അങ്ങനെ പറഞ്ഞു, വേറെ എവിടെയും പോകരുതെന്ന് പറഞ്ഞു. ആരോ ആവട്ടെ, ആരെയാവട്ടെ, ആരെക്കുറിച്ചായിക്കോട്ടെ, നമുക്ക് പ്രശ്നമല്ല. പക്ഷെ അങ്ങനെ നടക്കുന്നുണ്ട്. അത് നമ്മൾക്ക് പെട്ടെന്ന് ഒരു വാക്ക് ഒരാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം അയാൾ ഏതൊരു ദൃഷ്ടിയിലാണെന്ന് മനസ്സിലാക്കിയത് നമുക്കറിയില്ല. എന്നാലും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ അതേ സമയത്ത് മറ്റൊന്നുണ്ട്, ഒരു ചെടി വളരുന്ന സമയത്ത് അതിനൊരു വേലി ആവശ്യമുണ്ട് അല്ലേ, ആട് കടിക്കാതിരിക്കാൻ. ഒരു പ്രാവശ്യം ആട് കടിച്ചാൽ അത് 6 മാസം വളർച്ച മുരടിക്കില്ലേ? തോന്നിയോണം സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രഹ്മചാരി, ഒരു വിദ്യാർത്ഥി എന്തുണ്ടാവും, നിങ്ങൾക്ക് എവിടെയും പോകാം, എങ്ങനെയും പോകാം എന്നുള്ളൊരു സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ എന്തായിത്തീരും? ഒന്നും അല്ലാതായിത്തീരും. അതുകൊണ്ട് ചില ആചാര്യന്മാരത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തെറ്റാന്ന് പറയാൻ വയ്യ. പക്ഷെ അതിനുപരി ഇവിടെ നിന്ന് മാത്രമേ നീ പഠിക്കാവൂ, വേറെ എവിടെയും നിങ്ങൾ പോകരുത് എന്നാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞ ആളുടെ ദൃഷ്ടിയായിരിക്കാം, അയാൾ മനസ്സിലാക്കിയെടുത്തായിരിക്കാം കുഴപ്പം, ആരെയും പറയാൻ വയ്യ. അതുകൊണ്ടാണ് പറയണത്, നമ്മളെ ഒരു പറയുന്ന വാക്ക് വെച്ചിട്ട് ഒന്നിനെ നമുക്ക് അളക്കാൻ പാടില്ല. എന്നാലും നമുക്കിത് മനസ്സിലാക്കി വയ്ക്കാം. ഏത്, അവിടെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് അത് എല്ലാ വിദ്യാഭ്യാസത്തിലും ഉണ്ടല്ലോ, നിവൃത്തിയില്ലാഞ്ഞിട്ട് തന്നെയല്ലേ പലരും ക്ലാസ് റൂമിൽ വന്നിരിക്കുന്നതിലേ അല്ലേ. ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത്, സ്കൂളിലോ കോളേജിലോ ഒക്കെ ആണെങ്കിലും വേറൊരാൾക്ക് നമ്മൾ വിധേയനാവണമെങ്കിൽ അതിനുപരി ഒരു സ്വാതന്ത്ര്യത്തെ ഇച്ഛിക്കാത്ത ഒരാൾക്ക് കഴിയില്ല. സ്വയം കെട്ടിയിടാൻ നിന്ന് കൊടുക്കുന്നില്ല ആർക്കും. എല്ലാവരും സ്വാതന്ത്ര്യത്തെ ഇച്ഛിക്കുന്നുണ്ട്. അപ്പൊ അതിന് നിർബന്ധിതനായി തീരുക. വലിയൊരു സ്വാതന്ത്ര്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പൊ തൽക്കാലം അടങ്ങിയിരിക്കുക. ഇതുപോലെ അങ്ങനെയുള്ളൊരു വികസനത്തിന് വേണ്ടി പല ആചാര്യന്മാരും ചില ചട്ടക്കൂട് പോലെ അതിനെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഏതിലും ഉണ്ട്. അതൊക്കെ വലിയ ഒരു വികസനത്തിന്. ഇപ്പോൾ ആട് കടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ചെടിക്ക് വേലി കെട്ടി സംരക്ഷിച്ചു. എല്ലാ കാലത്തും അത് വേലി കെട്ടരുത്. ഒന്നുകിൽ ചെടി വളർന്ന് വേലി പൊളിച്ചു കളയണം, സ്വയമേവ അത് പൊളിച്ചു കളയും അല്ലേ, പൊളിഞ്ഞു പോവും. അല്ലെങ്കിൽ പൊളിച്ചു കളയണം. അപ്പൊ എന്താവും, പിന്നെ ആടിനെ അല്ല, വേണമെങ്കിൽ ആനയെയും അതിൽ കെട്ടാം.
ആട് എന്നോ ആനയെന്നോ അതിന് വ്യത്യാസമില്ല, അത് തണലേകും. പക്ഷെ വളരുന്ന സമയത്ത് അതാണെങ്കിലോ അത് തണലേകുകയല്ല ചെയ്യുന്നത്, തണലേകാൻ അതുണ്ടാവില്ല. ഇതുപോലെ ഏതൊരാൾക്കും പഠന സമയത്ത് അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പൊ ഗുരു എന്ന് പറഞ്ഞ, പക്ഷെ അതിൽ നിന്ന് ഉപരിയായിട്ട് പലപ്പോഴും ഇങ്ങനെയും വരുന്നുണ്ട് ധാരാളം. ഏത് എൻ്റെ ഗുരു മാത്രമേ ശരിയുള്ളൂ, ഇത് പഠിക്കുന്നവരും അങ്ങനെ ആയിത്തീരാം, സെക്ടേറിയൻ സമ്പ്രദായമായി മാറുക. ഇത് എൻ്റെ ഗുരുവാണ്, അതിന് കുറേ ശിഷ്യന്മാർ തിരിയാനും അറിയാനും അയക്കാതെ വേറെ ഒന്നും ശരിയല്ല എന്നുള്ള ഒരു മനോഭാവം വെച്ച് പുലർത്തുന്നവർ കാണുന്നുണ്ട്. അതിനിടയാക്കരുത് എന്നാണ് പറയുന്നത്. അത് നമ്മൾ സ്വീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? പ്രമാണങ്ങളുണ്ട്, ശ്രുതി സ്മൃതികളൊക്കെ ഉണ്ട് ഇല്ലേ? ഗുരു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഗുരു ഇല്ല, എല്ലാം കഴിഞ്ഞൊരു ഗുരു എന്നൊരു ഗുരു ഇല്ല. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ശിഷ്യൻ പ്രതി ഗുരു, ശിഷ്യന്റെ നേർക്കാണ് ഗുരു. അല്ലാതെ ഒരു ഗുരു ഉണ്ട്, ആ ഗുരു എല്ലാവർക്കും ഗുരുവാണെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ശിഷ്യൻ പ്രതി ഗുരു, ശിഷ്യന്റെ നേർക്കാണ് ഒരാൾ ഗുരു ആവുന്നത്. എന്നാൽ എല്ലാവരും മാനിക്കുന്ന ഗുരുവാണ് ആര്? വ്യാസൻ. അപ്പൊ ആ വ്യാസൻ ആരായിരിക്കും? എല്ലാവർക്കും സമ്മതനായ ഒരു ഗുരു ആണല്ലോ. അപ്പൊ ആരായിരിക്കും ആ ഗുരു? ആ വ്യാസൻ എന്നുള്ളത് ഒരു നരച്ച താടി, ഇനി അങ്ങോട്ട് വയസ്സാവാനില്ലാത്ത അത്രയും വയസ്സായ ഒരാള്, നിവർന്നു നിൽക്കാൻ കഴിയാത്ത ഒരാള്, അങ്ങനെയുള്ള ഒരു സങ്കല്പമൊക്കെയാണ് പലപ്പോഴും വ്യാസനെ കുറിച്ച്. ലോകപിതാമഹനായ ബ്രഹ്മാവിനെ കൊടുത്തതുപോലെ തന്നെ വ്യാസനും അങ്ങനെയൊക്കെയുള്ള ചില ചിത്രങ്ങളാണ്. ഇതിപ്പോ മഹാബലിനെ കുറിച്ചൊക്കെ ചിത്രം കൊടുത്തത് തിരുത്തണം എന്നൊക്കെ ഒരു അല്ലേ, ചില ശബ്ദമൊക്കെ ഉയർന്നിട്ടുണ്ട്, പത്രത്തിലൊക്കെ വന്നില്ലേ? ഇവിടെ വയറുള്ള ഒരാള് അങ്ങനെ തീർത്തും അവഗണിക്കുന്ന അതായത് ഒരു ചക്രവർത്തിയാണെന്നോ അതിലുപരി ദാനശീലനായിരുന്ന നല്ല സദാചാരനിഷ്ഠനായിരുന്ന ചക്രവർത്തി, അതും സനാതന ധർമ്മത്തിന് മുഴുവൻ അഭിമാനിക്കാൻ പറ്റുന്ന അല്ലേ, അതിനെ പോലും ഇങ്ങനെയാണ്. നാരദരുടെ പേരിലും അങ്ങനെയുണ്ട്. പക്ഷെ അതൊന്നും പലപ്പോഴും ശബ്ദം ഉയരാറില്ല. ഉയരുന്നുണ്ടെങ്കിൽ തന്നെ അത് പലപ്പോഴും ആരാണ് ഉയർത്താറ്? വളരെ ഉപനിഷത്തൊക്കെ പഠിക്കുന്ന ആൾക്കാർ എന്ത് കേട്ടാലും ഒരു പ്രശ്നമല്ലാതെ ഇരിക്കുന്നവരാണ്. ഗണപതിയുടെ ചിത്രം കക്കൂസിന്റെ ക്ലോസറ്റിൽ വരെ വന്നപ്പോഴും അതിന് ശബ്ദം ഉയർത്തിയത് അമേരിക്കയിൽ നിന്നായിരുന്നു. ഇപ്പോഴും അത് അമേരിക്കയിൽ നിന്നാന്ന് തോന്നുന്നു അല്ലേ? മഹാബലിയെ കുറിച്ചും എവിടുന്നാ? അതെ, ഇവിടെ നമ്മളിതൊക്കെ ചിലപ്പോൾ അവരെക്കാളധികം യോഗശാസ്ത്രങ്ങളിലും മറ്റു ശാസ്ത്രങ്ങളെ കുറിച്ചൊക്കെ നല്ല പ്രചരണം അമേരിക്കയിലൊക്കെ ഉണ്ടെങ്കിലും ആഴത്തിൽ വേദാന്തം പഠിക്കുന്നത് ചിലപ്പോൾ നമ്മളൊക്കെ ആയിരിക്കും അല്ല ഉയർന്ന നിലയിൽ അല്ലേ. വലിയ മോശമൊന്നുമില്ല നമ്മൾ ഉപനിഷത്തിൽ വേദാന്തത്തിൽ. ന്യായം മറ്റൊന്നും അല്ല പറഞ്ഞത്, തർക്കവും വ്യാകരണം ഒന്നുമല്ല പറഞ്ഞത്. ഇവിടെ ഉപനിഷത്തിൽ വേദാന്തത്തിൽ ഏതായാലും വേദാന്തികളായി തീരുന്നതുകൊണ്ട് വലിയ ദോഷം എന്തുണ്ട്? വ്യാവഹാരികമായ പല കാര്യങ്ങളെക്കുറിച്ചും അവഗണിക്കുന്നുണ്ട്. ഒന്നും വേണ്ട, ചുറ്റുപാട് നടക്കുന്ന ഒന്നും അറിയണ്ട. ഏതായാലും ഗുരുനാഥനെ നിന്ദിച്ചതായിരുന്നു നാരദ ഭക്തിസൂത്രം പഠിക്കുന്ന നമ്മെ സംബന്ധിച്ച് ഭക്തി ശാസ്ത്രത്തിന്റെ നിഷേധിക്കാനാവാത്ത ആചാര്യനാണ്, ഗുരുവാണ് ആര്? നാരദര്. നാരം ദദാതി ഇതി നാരദൻ എന്നുള്ള പദത്തിന് അനുസൃതമായിട്ട് ആത്മജ്ഞാനം വിതരണം ചെയ്യുന്നവനാണ് നാരദൻ. അങ്ങനെയുള്ള ഭക്തിശാസ്ത്രത്തിന്റെ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഗുരുനാഥൻ. ആ ഗുരുനാഥനെ പോലും എത്രയോ നിന്ദ കേരളീയർ, പ്രത്യേകിച്ച് കേരളീയര് കൊടുത്തിട്ടുണ്ട്, ഗുരുവിനെ വന്ദിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യാസനെ സംബന്ധിച്ചത് അത്ര പുതുമയൊന്നുമല്ല. ഏതായാലും ഇവിടെ വ്യാസൻ എന്നുള്ളത് വ്യക്തിയല്ല എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തിയായിട്ട് ആരാധിക്കുന്നതിനെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് വ്യക്തികൾ ഗുരുവായിട്ട് ആരാധിക്കുന്നുണ്ട്. ആരെ നമ്മൾ ആരാധിക്കുന്നുവോ അതിലൂടെ നമ്മൾക്ക് അവര് ദിവ്യമായ ഒരു ഭാവത്തെ, ദിവ്യമായ ഒരു ദൃഷ്ടിയെ അതിലുപരി അവരെ എത്തിക്കാൻ, നേരത്തെ പറഞ്ഞ ചെടിയെ പോലെ പരിമിതമാക്കാനല്ല, ചട്ടിയിൽ വളരുന്ന ചെടിയെ പോലെ പരിമിതമാക്കാനല്ല, മറിച്ച് എന്ത് വേണം? ചട്ടി പൊട്ടിക്കാൻ. ചെടി ചട്ടിയിൽ വളർത്താം, ആല് വരെ വളർത്താം.
പക്ഷെ വളർന്നാൽ എന്തുണ്ടാവും? സ്വമേധയ അത് ചട്ടി പൊട്ടിക്കും. ചട്ടി പൊട്ടിച്ചാൽ അതുണ്ടാവും, പടർന്ന് പന്തലിക്കും. ഏത് മതത്തിൽ വളർന്നോട്ടെ, ഏത് ജാതിയിൽ വളർന്നോട്ടെ, ഏത് ദേശത്ത് വളർന്നോട്ടെ, ഏത് കാലത്ത് വളർന്നോട്ടെ, ആരോ ആവട്ടെ, അയാളെ ഒരു പരിമിതമായ ഒരു വട്ടത്തിനുള്ളിൽ കുടുക്കിയിടുന്ന ആളെ നമുക്ക് ഗുരു എന്ന് പറയാൻ വയ്യ. ലഘുവായിരിക്കും, വിപരീതം. മനസ്സിലായില്ലേ? ആദ്യം പറഞ്ഞിട്ടുണ്ട്, വ്യാഖ്യാനത്തിൽ പിടിച്ച് നമ്മൾ വരുന്നത് ഒരു ദൃഷ്ടിയാണ്. ഏതായാലും ഈ ദൃഷ്ടിയെ ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം നമ്മളുടെ മുന്നോട്ടുള്ള യാത്ര. കാലനേമി ഗുരുവെ തിരിച്ചറിഞ്ഞു ആര്? ഹനുമാൻ. എന്തുകൊണ്ട്? നിത്യ ബ്രഹ്മചാരികളിൽ മുമ്പനായതുകൊണ്ട്, വൈയാകരണനായതുകൊണ്ട്. വൈയാകരണനായതുകൊണ്ട് മാത്രമല്ല, നിത്യ ബ്രഹ്മചാരികളിൽ മുമ്പനായതുകൊണ്ട്. അപ്പൊ നിഷ്ഠയുള്ളവരാൽ കണ്ടെത്താൻ കഴിയും ഗുരുനാഥനെ. അപ്പൊ ആരാണ് ഉത്തരവാദി? ശിഷ്യ വിത്തോപഹാര ഗുരുഹു ശിഷ്യ അജ്ഞാനം ദൂരീകരോതി ഗുരുഹു. ശിഷ്യന്റെ വിത്തത്തെ അപഹരിക്കുന്ന ഗുരുക്കന്മാർ ധാരാളം ഉണ്ട് എല്ലാ കാലത്തും. ഇല്ലെന്ന് പറയാൻ വയ്യ. എന്തുകൊണ്ട്? അത്രയും പേര് വിത്താപഹാരികൾ ഉള്ളത് കൊണ്ട്. യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. എപ്രകാരമാണോ ശിഷ്യൻ, അതിനനുസരിച്ച് ഗുരുക്കന്മാരുണ്ടാവണ്ടേ? വേണ്ടേ? ഇല്ലെങ്കിൽ സംഗതി നടക്കുമോ? ബാലൻസ് ശരിയാവണ്ടേ? അതുകൊണ്ട് ഗുരു വ്യക്തിയല്ല ഗുരു എന്ന് പറയുന്ന സമയത്തും വ്യക്തിയെ കുറ്റപ്പെടുത്താനല്ല, ആ വ്യക്തി നമ്മെ ഒരു പരിമിതമാക്കി നിർത്താതെ ആ പരിമിതമായ നമ്മെ വിപുലമാക്കി അതിൻ്റെ ഒരു വൈപുല്യം, ആ മഹത്വത്തിലേക്ക്, ഒരു തത്വത്തിലേക്ക് നമ്മെ ഉയർത്തുന്നതാണെങ്കിൽ അതിനെ മുഴുവൻ നമുക്ക് സ്വീകരിക്കാം എന്ന് പറയുമ്പോൾ തന്നെ പരിമിതമായ ഗുരുവിനെ ലഭിച്ചു എന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഗുരു മാത്രമല്ല, ഗുരു എന്ന് പറയുന്നവർ മാത്രമല്ല, പിന്നെ ആരാണ്? അതിലേറെ ബാധ്യത ആർക്കുണ്ട്? ശിഷ്യൻ എന്ന് പറയുന്ന നമുക്കുണ്ട്. അതുകൊണ്ടാണ് ശിഷ്യൻ പ്രതി ഗുരു. ശിഷ്യന്റെ നേർക്കാണ് ഒരാൾ ഗുരു ആവുന്നത്. അല്ലാതെ ഗുരു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനമൊന്നും ലോകത്തില്ല. ഗുരു ഇപ്പൊ അഖില ജഗത്തിനും ഗുരുവാണ് വ്യാസൻ എന്ന് പറയുന്ന സമയത്ത് വേദങ്ങളെ വ്യസിച്ചവനാണ് വ്യാസൻ എന്ന് പറയുമ്പോൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന 4 വേദങ്ങളായിട്ട് ബ്രഹ്മമുഖത്ത് നിന്ന് തന്നെ വന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന തരത്തിൽ അതിനെ വിസ്തരിച്ചത് വ്യാസനാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിഹാസ പുരാണങ്ങളെ രചിച്ചു എന്ന് പറയാം. അവിടെ വ്യാസൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃഷ്ണദ്വൈപായന വ്യാസനെ ആണെങ്കിലും ദ്വീപിൽ നിന്ന് കുടിയേറി പാർത്തവൻ ദ്വൈപായനൻ, വേദങ്ങളെ രചിച്ചതുകൊണ്ട് വ്യാസൻ, പേരുകൊണ്ട് കൃഷ്ണൻ. അങ്ങനെ കൃഷ്ണദ്വൈപായന വ്യാസനാണെങ്കിലും ആ നമ്മൾ കാണുന്നത് അവിടെ നരച്ച താടി, വയസ്സനായ ഒരാളെ, അങ്ങനെയൊക്കെ കൽപ്പിക്കുന്നവർ കൽപ്പിക്കട്ടെ. പക്ഷേ നമുക്ക് കാണുന്നത് അസ്മദാചാര്യ പര്യന്തം. അസ്മദാചാര്യ നമ്മുടെ ആചാര്യനൂടെ ശിഷ്യ പ്രശിഷ്യ തച്ചിഷ്യ പരമ്പരയാ, പുത്ര പൗത്ര പ്രപൗത്ര പരമ്പരയാ, 2 കൈവഴികളിലായി ആ അറിവിനെ നമുക്ക് എത്തിച്ചു തന്നത് എവിടെ നിന്നാണോ അതിൻ്റെ അറ്റത്തെ ഒരു കണ്ണി, ഇപ്പുറത്ത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന കണ്ണി, അത് തമ്മിൽ ബന്ധിപ്പിച്ച അനേകം കണ്ണികളുണ്ട്. ഒരു ചങ്ങലയിലെ കണ്ണികൾ എന്ന പോലെ അതിലൂടെ അതിനെ മുഴുവൻ ആരെ നമ്മൾ ബന്ധിക്കുന്നു? ഗുരു പരമ്പരയെ പാരമ്പര്യമായി ഈ ശിഷ്യ പ്രശിഷ്യ തച്ചിഷ്യ പരമ്പരയാ പ്രചരിച്ചു വന്ന അറിവിനെ, ആ ഗുരു സമ്പ്രദായത്തെ നമ്മൾ കാണുന്നു. ഇതൊക്കെ അതിൽ കാണണം. എത്രത്തോളം കാണാം? അത് നമ്മുടെ വിശാലതയ്ക്കനുസരിച്ച്. നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ. അല്ലേ? സങ്കുചിത ബുദ്ധിയുള്ളവര് അല്ലേ അടുത്ത് നിൽക്കുന്ന ആളെ പോലും ചിലപ്പോൾ കണ്ടോളണമെന്നില്ല. എത്രത്തോളം നമ്മൾ വികസിതമാണോ അത്രയ്ക്കും എന്നുണ്ടാവും നമുക്ക് ആ ഗുരു പരമ്പരയിലേക്ക് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. വിശാല ബുദ്ധേ നമോസ്തുതേ. ഹേ വ്യാസ നമോസ്തുതേ, ഞാൻ നമസ്കരിക്കുന്നു. എന്തിന്? വെറുതെ അല്ല. എന്തിനാ നമസ്കരിക്കുന്നത്? വിശാല ബുദ്ധിയുള്ള ആളായതുകൊണ്ട്, സങ്കുചിത ബുദ്ധി ഇല്ലാത്തത് കൊണ്ട്.
എൻ്റെ എന്നുള്ള പരിമിതമായ കാമനകള് ആഗ്രഹങ്ങള് വെച്ച് പുലർത്താത്തത് കൊണ്ട്. അതാണ് ഗുരുവിന്റെ ലക്ഷണമായിട്ട് പറയുന്നത്. ഗുരുവിന്റെ ലക്ഷണം പറയാൻ ശിഷ്യന് സാധ്യമല്ല. എന്നാലും പരിമിതങ്ങളായ ആവശ്യങ്ങള് കാമനകള് വെച്ച് പുലർത്തുന്ന ഒരാള് ഗുരു അല്ല. എൻ്റെ നിന്നുള്ള ആ പരിമിതമായ ബുദ്ധിയിൽ ഒതുങ്ങിയ ആളല്ല. അപ്പൊ അവിടെ വിശാല ബുദ്ധി വേണം. പിന്നെന്താ? നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ ഖ്ലാരവിന്ദായ തപത്ര നേത്ര, പ്രഫുല്ലമായ താമരതളം പോലെ വിടർന്ന കണ്ണുകളോടൊത്തവനെ. ഗുരുനാഥനെ സംബോധന ചെയ്യാം. വിടർന്ന കണ്ണുകളോടൊത്തവനെ. എപ്പോഴാ ഒരാളുടെ കണ്ണ് വിടർന്ന നിമീലിത നേത്രം ആവുന്നത്? എപ്പോഴാ? ഒന്നും എനിക്ക് ബാധകമല്ല, വേണമെങ്കിൽ ആയിക്കോട്ടെ, വേണമെങ്കിൽ കേട്ടോട്ടെ. കുശലതയോടുകൂടി കേൾക്കാനും കൗശലത്തോടുകൂടി കേൾക്കാൻ, കുശലതയോടുകൂടി കേൾക്കാൻ കഴിയണം. അതെ, കൗശലം വേണം, ജിജ്ഞാസ വേണം. ഇതെനിക്ക് വേണം എന്നുള്ള, ഇതെനിക്ക് കിട്ടിയേ പറ്റൂ, ഇതെനിക്ക് വേണ്ടിയാണ് എന്നുള്ളതിൽ മെഴിച്ചിരിക്കുക. ഒരത്ഭുതമായിരിക്കുന്ന ഒരു കാര്യത്തെ കാണുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കണ്ണ് മിഴിഞ്ഞ് ഒന്നുകൂടി നമ്മൾ കണ്ണ് തുറന്ന് നോക്കും. ഏത് സമയത്തും ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ബോധമുള്ളവര് ഏതുണ്ടാവും? ഗുരുവിന്റെ വാക്യങ്ങളെ ശ്രദ്ധാപൂർവം, ഏറ്റവും അനുയോജ്യമായ വാക്ക് നിത്യവും എന്നോണം സ്വാമിജി ഇവിടെ പറയുന്നുണ്ട്. ഏതാ? ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പദം ചിലപ്പോൾ അതായിരിക്കും. ഏതാണ്? ശ്രദ്ധിക്കൂ എന്നുള്ളത്. ബാക്കി ഗുണങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളാരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ യോഗ്യരല്ലായിരിക്കാം. യോഗ്യരാണെന്ന് പറയാൻ ധൈര്യം പോരാ. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. പറഞ്ഞു മനസ്സിലായില്ല? ഏത്? ഈ പരം തത്വത്തെ ഗ്രഹിക്കാനും ഗ്രഹിച്ചതിനെ ധരിക്കാനും. അതേ സമയത്ത് അവിടെ ആചാര്യൻ പറയുന്നതാണ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ബാക്കിയുള്ളതൊക്കെ കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, ഒന്നുണ്ടായാൽ മതി. അതേതാ? അതിനെ മുഴുവൻ പരിഹരിക്കാം. അതേതാണ്? അത് ഏതൊന്നാണ്? അത് ഇതൊന്നാണ്. ഏത്? ശ്രദ്ധയാണ്. ശ്രദ്ധിക്കൂ, ശ്രദ്ധിക്കൂ. ഇതാണ് പൂർവാചാര്യന്മാർ നമ്മളോട് പറഞ്ഞത്. അതിനെയാണ് എടുത്തു പറയുന്നത്. ശ്രദ്ധിക്കൂ. ബാക്കി ഒരു മാനദണ്ഡവും അല്ല മുഖ്യം. പിന്നേതാണ്? ഈ ഒരു ഒറ്റ ഒന്ന് മതി. ശ്രദ്ധ ഒന്നുണ്ടോ എങ്കിൽ എന്തുണ്ടാവും? ഉയരാം. താഴില്ല, ഒരിക്കലും താഴില്ല. ശ്രദ്ധ ഉണ്ടായാൽ മതി. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധ ഉണ്ടായാൽ മതി. നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. എന്തിനു വേണ്ടിയാണ് ഞാൻ വന്നത്? എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം? ഒപ്പത്തിനൊപ്പം ആ ലക്ഷ്യത്തിനനുസരിച്ചാണോ ഞാൻ പോകുന്നത്? എൻ്റെ മാർഗത്തെ ഞാൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ബ്രഹ്മചാരിയോ ഗൃഹസ്ഥാശ്രമിയോ വാനപ്രസ്ഥാശ്രമിയോ സന്യാസി ഏതോ ആവട്ടെ, ആരോ ആവട്ടെ, എപ്പോഴും ഈ ഒരു ശ്രദ്ധ ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടെ വസിക്കണമേ വരും. ജ്ഞാനപ്പാന ശ്രദ്ധയോടെ വസിക്കണമേ വരും. എപ്പോഴും വസിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധ ഉണ്ടാവണം. ഞാനാര് എന്നാണ് അഹം ബ്രഹ്മാസ്മി എന്നൊന്നും ഗ്രഹിക്കാനല്ല അവിടെ പറഞ്ഞത്. അത് അവിടേക്ക് എത്തണമെങ്കിൽ തന്നെ എന്ത് വേണം? ഞാനാര്? ഞാൻ വന്നത് എന്തിനാണ്? അരിച്ചാക്ക് കാലിയാക്കാനാണോ? ടൺ കണക്കിന് അരി ഞാൻ കഴിച്ചു കൂട്ടിയില്ലേ? മനുഷ്യജന്മം കിട്ടിയത് എന്തിനാ എന്നുള്ള ചിന്ത ഇടയ്ക്കിടയ്ക്കെങ്കിലുമൊക്കെ ചിന്തിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷെ അതുപോലെ എപ്പോഴും എന്നും എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും, ഏത് കളിയിലും ഏത് ചിരിയിലും എന്തിൽ വ്യവഹരിക്കുമ്പോഴും, വ്യവഹരിക്കേണ്ടതൊന്നും പറഞ്ഞില്ല, പക്ഷെ എന്ത് ചെയ്യുന്ന സമയത്ത്, അല്ലാതെ ഒരു ദിവസത്തിൽ ഒരു 24 മണിക്കൂറിൽ ഒരു 24 മിനിറ്റ് ഗുരുവിനെ കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ കുറച്ച് നാമം ജപിക്കാനോ അല്ല. അതിന് വിപരീതമായിട്ടാണ് ബാക്കി ഉള്ള മണിക്കൂറുകൾ മുഴുവൻ കഴിയുന്നതെങ്കിൽ
അത് ചിന്തിക്കാതിരിക്കുകയാണ് നല്ലത്. 24 മണിക്കൂറിൽ 24 മിനിറ്റ് ഞാൻ ജപിക്കുന്നു, ബാക്കിയുള്ള സമയം മുഴുവൻ അതിന് വിപരീതമായ പ്രവൃത്തി ചെയ്യുന്നു എങ്കിൽ അതിനനുയോജ്യമായിട്ടാണോ ഞാൻ വർദ്ധിക്കുന്നത്? എങ്കിലും നല്ലതാണ്. അതിനനുസൃതമായിരിക്കണം എൻ്റെ സർവ്വ വ്യവഹാരങ്ങൾ. അപ്പോ അത് വല്ല സന്യാസിമാർക്കും കഴിയുമായിരിക്കാം. അങ്ങനെയല്ല, അതിന് സന്യസിക്കൊന്നും വേണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, സന്യസിക്കണമെന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തിനാണ് എൻ്റെ ജന്മലക്ഷ്യം? എൻ്റെ ജന്മലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യബോധത്തോടു കൂടെയുള്ള ഒരു മാർഗം. ആ മാർഗത്തെയാണ് എല്ലാവരും സന്യസിക്കണം എന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? അങ്ങനെ മാർഗം ചിട്ടപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനാണ് നമ്മൾ ശ്രദ്ധ എന്ന് പറയുന്നത്. അയാൾക്ക് അറിവുണ്ടാകും, അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആരെ? മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതിലുപരി തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളൊക്കെ മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ വളരെ നല്ലവരാണ്, വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നത്. അയാൾ എന്ത് ചെയ്തു, അയാൾ എങ്ങനെ ചെയ്തു എന്നൊക്കെ. പക്ഷെ അതിലുപരി അത് ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ശ്രദ്ധിച്ചു പോകും ഇല്ലേ? പക്ഷേ അതേ സമയത്ത് അതിലുപരി ആരെ ശ്രദ്ധിക്കുന്നു? നമ്മെ ശ്രദ്ധിക്കുന്നു. ഞാൻ പറയണത് എന്താണ്? ഞാൻ പറയണത് എനിക്ക് ബാധകമാണോ? ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ 3 വിരൽ ഇങ്ങോട്ടുണ്ടല്ലോ, പിന്നെ ആരാ നന്നാവാത്തത്? തനിക്ക് ഒരു ബന്ധമില്ലാതെ വെറുതെ അങ്ങനെ ചില ജൽപ്പനങ്ങളല്ല, പറയുന്നത് നമുക്ക് ബാധകമാണോ? നമ്മളൊക്കെ കുട്ടികളോടൊക്കെ പറയില്ലേ വീട്ടിലൊക്കെ, മോനെ അത് ചെയ്യരുത്, മോളെ ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നീ അങ്ങനെ ചെയ്തില്ല. അവരെ ശിക്ഷിക്കാനും ഒക്കെ, താഴെയുള്ളവരെ ശിക്ഷിക്കാൻ നമ്മൾ എത്ര കേമന്മാരാ. നമ്മളെ ശിക്ഷിക്കാൻ ആരുമില്ല. നമ്മളൊക്കെ ചെയ്യേണ്ടത് ചെയ്യുന്നവരാണോ എന്ന് നമ്മെ ആരാണോ നിർദ്ദേശിക്കുന്നതാണ് ഗുരു. പലപ്പോഴും നമുക്ക് ആ ഗുരുവിന്റെ ശാസനം ചിലപ്പോ രുചിക്കാറില്ല. ഉണ്ടോ? അച്ഛനമ്മമാരുടെ ശാസനത്തെ കുട്ടിക്ക് രുചിക്കാം, പക്ഷേ കുട്ടികൾക്ക് നമുക്ക് നമ്മുടെ പൂർവ്വ ആചാര്യന്മാരുടെ വാക്യം പലപ്പോഴും രുചിക്കാറില്ല. അവരിന്നും ഇന്നലെ അല്ല പറഞ്ഞത്, അവർ ഹിതമായത് ഉപദേശിച്ചു. നമുക്ക് പ്രിയം കേൾക്കാനാ ഇഷ്ടം. പ്രിയം, നമുക്കിഷ്ടമുള്ളത് പറഞ്ഞാൽ വലിയ ഇഷ്ടം, അവരോട് വലിയ ഇഷ്ടം. അങ്ങനെയാണ് പലപ്പോഴും ഈ ഗുരു തത്വം മറന്ന് ഗുരു വ്യക്തി ആയിത്തീരുന്നത്. ആരായാലും ശരി. പറഞ്ഞു മനസ്സിലായില്ല? ആശ്രമങ്ങളിലൊക്കെ സൈഡ് സഞ്ചി തൂക്കി വരുന്ന ഒരുപാട് ആളുകൾ. മനസ്സിലായില്ലേ? തൻ്റെ ധർമ്മങ്ങളിൽ നിന്ന് അവർ തീർത്തും പിന്നോട്ടായിരിക്കും. താൻ ചെയ്യേണ്ടത് പലപ്പോഴും താൻ ചെയ്യില്ല. പിന്നെന്ത് ചെയ്യും? അല്പം ചെയ്താൽ മതി. ഒരടി മുന്നോട്ട് വെച്ചാൽ 8 അടി ഇങ്ങോട്ട് വയ്ക്കുന്ന, അല്പം പോലും ചെയ്യില്ല. പിന്നെന്ത് ചെയ്യും? ഇത് നല്ലതാണെന്ന് വിചാരിച്ച് പോകും. പറഞ്ഞത് കേൾക്കില്ല. പിന്നെന്ത് ചെയ്യും? പിന്നെയും കേൾക്കാനായി കൊണ്ടുപോകും. കേൾക്കുക എന്നുള്ളത് തന്നെ പണി. നല്ലതാണ്, കുറേ കാലം കേട്ടാലേ ശ്രവണം കീർത്തനത്തിലേക്കും, കീർത്തനം സ്മരണത്തിലേക്കും, സ്മരണം പാദസേവനത്തിലേക്കും എത്തിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? പക്ഷെ അപ്പുറത്ത് വേറൊന്നും പറഞ്ഞിട്ടുണ്ട്. സഹസ്രകോടി യുഗങ്ങളെ കൊണ്ടും അപ്രാപ്യത്വാത്ത ദൂരെ. ശ്രുതി അങ്ങനെയും പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? മറ്റൊരു ഭാഗത്ത് അവര് കൂരാക്കൂരി ഇരുട്ടിലേക്കാണ് പതിക്കുന്നത്. ആര്? വിദ്യാരഥന്മാർ. ഈശാവാസ്യോപനിഷത്ത് പഠിച്ചതല്ലേ നമ്മളൊക്കെ? ഈശാവാസ്യോപനിഷത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഇരുട്ടിൽ പതിക്കുന്നവരെന്ന് ചോദിച്ചാൽ ആരാണ്? ഇരുട്ടിൽ പതിക്കുന്നവരെ കുറിച്ച് അവരെക്കാൾ പറഞ്ഞിരിക്കുക. കൂരാക്കൂരി ഇരുട്ടിൽ പതിക്കുന്നു. ആര്? വിദ്യാരഥന്മാരായവര്. വിദ്യാരഥന്മാർ എന്ന് പറഞ്ഞാൽ ദേവതാദി വിഷയങ്ങളിലുള്ള അറിവുണ്ട്, അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥാശ്രമിയാണ്, അല്ലെങ്കിൽ അയാള് പരമമായ ജ്ഞാനത്തെ ഒരു സന്യാസനിഷ്ഠനൊന്നും അല്ലാത്തവരൊക്കെ കർമ്മം ചെയ്ത് ജീവിക്കണം എന്നുള്ളവര് ആ കർമ്മത്തിന് എന്തിന് ഞാൻ കർമ്മം ചെയ്യണം, എങ്ങനെ ഞാൻ ചെയ്യണം എന്നുള്ള അറിവുണ്ട്, പക്ഷെ ചെയ്യില്ല. എന്തുകൊണ്ട്? ഇതൊന്നും എനിക്ക് ബാധകമല്ല. അറിവുണ്ട്, വിദ്യയിൽ രതി ചെയ്യുന്നവരാണ്, ആനന്ദിക്കുന്നവരാണ്, അത് കേൾക്കാൻ പോകുന്നവരാണ്, അത് പറയുന്നവരാണ്, പ്രസംഗിക്കുന്നവരാണ്. എവിടെ സത്സംഗം ഉണ്ടോ, എവിടെ ഉപനിഷത്ത് ക്ലാസ് ഉണ്ടോ, അവിടെയൊക്കെ പങ്കെടുക്കും. പക്ഷെ തൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്തുണ്ടാവും?
അല്പം പോലും അത് തനിക്ക് ബാധകമല്ല. ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പോണല്ലേ, എനിക്ക് എങ്ങനെ അത് ബാധകാവും? അങ്ങനെ പലരുടെയും ഭാവം. നമ്മുടെ വീട്ടില് നമ്മളുമായി ബന്ധപ്പെടുന്ന വ്യവഹരിക്കുന്നതായത് സന്യാസി എന്നാൽ സന്യാസിയുടെ വ്യവഹാരമായിരിക്കില്ല. വ്യവഹാരത്തിൽ അയാള് ഗൃഹസ്ഥാശ്രമിയായിരിക്കും, ലൗകികനായിരിക്കും തൻ്റെ കാര്യത്തിന്. അങ്ങനെയുള്ളവര് അറിവും ആ കർമ്മവും ഒത്തിണങ്ങിയില്ലെങ്കിൽ, അറിവുണ്ട് അത് ചെയ്യുന്നില്ലെങ്കിൽ, അറിയുന്നുണ്ട് നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അറിവ് ശേഖരിക്കാൻ അവര് യാതൊരു കുറവുമില്ല. പക്ഷെ തനിക്കിതൊന്നും വേണ്ട. അപ്പോ ആവശ്യം വരുമ്പോ എന്താണ്, അയാൾ സന്യാസിയാണ്. ഇതൊക്കെ എന്തിനാ ചെയ്യണത്? ഞാൻ ഈ കർമ്മമൊക്കെ ചെയ്യും, ഞാൻ പിതൃകർമ്മം ചെയ്യണം, ഞാൻ നാമം ജപിക്കണം, എനിക്ക് സന്ധ്യാനാമം ബാധകം, എനിക്കൊന്നുമില്ല, അതൊക്കെ പഠിക്കുന്നുണ്ടാവും, ഇതൊക്കെ കേൾക്കാനും പോകുന്നുണ്ടാവും. പക്ഷെ താൻ ഏത് തരത്തിലാണ് ഇരിക്കുന്നത് അതിനോട് താൻ നീതി പുലർത്തുന്നുണ്ടാവില്ല. ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഇല്ലേ? ഇല്ലേ? നമ്മള് ഇത് പുറമെ ഒരാളെയല്ല ചിന്തിക്കുന്നത്, നമ്മൾ സ്വയം ഇങ്ങോട്ട് ഓരോരുത്തർക്കും അവരുടേതായ നിഷ്ഠയുണ്ട്. സന്യാസിക്ക് സന്യാസിയുടേതായ നിഷ്ഠയുണ്ട്, ഗൃഹസ്ഥാശ്രമിക്ക് ഗൃഹസ്ഥാശ്രമിയുടേതായ നിഷ്ഠയുണ്ട്. ആ നിഷ്ഠയിൽ നമ്മൾ വ്യാപൃതരാണോ, അതോ ഒന്നും അല്ലാതായി പോകുന്നുണ്ടോ എന്ന് സ്വയം ചിന്തിച്ചാൽ ഉറപ്പാണ് അഖില ജഗത്തിനും ഗുരുവായ വ്യാസൻ നമുക്കൊരു ഗുരു ആയിത്തീരും. അപ്പൊ ആ വ്യാസന് വരികയല്ല ചെയ്യുന്നത്, എവിടെ? ഈശ്വരൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും. ഇല്ലെങ്കിൽ ഗുരു വന്നാലും നമ്മൾ ലഘുവായിട്ടേ കാണും, വിപരീതമായിട്ടേ കാണും. തിരിച്ചറിയാൻ പണിയാ. തിരിച്ചറിഞ്ഞാൽ തന്നെ കേൾക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. തിരിച്ചറിഞ്ഞാൽ തന്നെ കേൾക്കാൻ നമുക്ക് സമയം, കേട്ടാൽ തന്നെ, അഥവാ കേട്ട് പോയി വിചാരിക്കുക, കേട്ടുപോയി അല്ലേ? കേട്ട് പോയാൽ തന്നെ എന്തുണ്ടാവും? കേട്ട് പോയിട്ടുണ്ടാവും. അല്പം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ ഒത്തിണങ്ങളെ എന്ത് വേണം? ആരിലേക്ക് വരുന്നു? പുറമേക്കല്ല. എവിടേക്കാ? നമ്മളിലേക്ക് വരുന്നു. നല്ലൊരു ശിഷ്യനാവാൻ കഴിഞ്ഞാൽ എന്തായി? വ്യാസനെ പൂജിക്കലായി, ഗുരുപൂജയായി, ഗുരുപാദുകങ്ങളെ പൂജിക്കലായി. ഗുരുവിന്റെ പാദങ്ങളെ പൂജിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഗുരുവിന്റെ പാദങ്ങൾ എങ്ങോട്ടാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, ഏതൊരു ലക്ഷ്യം വെച്ചാണോ ഗുരുവിന്റെ പാദങ്ങൾ സഞ്ചരിക്കുന്നത്. പാദം ബ്രഹ്മമാണ് എന്ന് സൂത്രമുണ്ട്. പാദം ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ, കാല് ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഗുരുവിന്റെ പാദങ്ങൾ ഏതൊരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണോ സഞ്ചരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പാദങ്ങളെ പൂജിക്കുന്നത്. അപ്പൊ കേവലം പാദപൂജ മാത്രമാണോ അത്? അവിടേക്ക് നടക്കാൻ ഉള്ള ഒരു പ്രതിജ്ഞയുടെ ഭാഗമാണത്. ഞാനും ഈ മാർഗത്തെ തന്നെയാണ് പിന്തുടരുന്നത്. എങ്ങനെ? വാക്കുകൊണ്ടല്ല. വാക്കുകൊണ്ടാണെങ്കിൽ എന്തുണ്ടാവും? ബ്രഹ്മചര്യം പരിസമാപ്യ ഗൃഹി ഭവേത് ഗൃഹി ഭൂത്വ വനി ഭവേത് വനി ഭൂത്വ പ്രവ്രജേത് എന്നുള്ള ആ ഘട്ടം ഘട്ടങ്ങളായിട്ടുള്ള പോക്കുണ്ടല്ലോ, അത് തടയിടും. അങ്ങോട്ട് മുന്നോട്ട് പോവില്ല, പെൻഷനാവില്ല എന്നർത്ഥം. പെൻഷനാവണമെങ്കിൽ എന്ത് വേണം? പെൻഷനാവണമെങ്കിൽ ഇതിന്ന് പെൻഷനാവണമെങ്കിൽ ഓരോ ഘട്ടത്തിൽ നിന്നും ഇത് ഇത്രയും നമ്മെ എത്തിക്കും. അതിനപ്പുറത്തേക്ക് ഉള്ള പ്രവേശന ദ്വാരമാണ് ഓരോ ഘട്ടവും. അത് ബലപൂർവകമായിരിക്കും ചിലപ്പോ. അയ്യോ, ഇതൊക്കെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കണ്ടേ, ഞാൻ ഇതുവരെയും കൊണ്ട് നടന്നതൊക്കെ ഇനിയിപ്പോ മക്കളായിട്ട് എന്തൊക്കെയാ ചെയ്യാന്നറിയില്ല, എത്ര കാലത്തെ പരിശ്രമമാണിത്. അതൊരു മുറിച്ചു മാറ്റലായിരിക്കും. മറ്റത് അങ്ങനെയല്ല, സ്വാഭാവികമായിട്ട് അങ്ങനെ ഒന്നുണ്ട്. ഏത്? ബാല്യം, കൗമാരം, യൗവനം, ജര, പോരാ, പിന്നെന്താ? തഥാ ദേഹാന്തര പ്രാപ്തി പോലും സുഗമമായിട്ട് അല്ലെ, ലാളിത്യത്തോടുകൂടി എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാൻ ആർക്ക് കഴിയും? സ്വാഭാവികമായൊരു പ്രക്രിയയായിട്ട് ആ ഒരു തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഓരോ ഘട്ടവും ദുഃഖപൂരിതമാണ്, പക്ഷേ അതൊന്നും ദുഃഖമായിട്ട് നമ്മൾ ഗണിച്ചിട്ടില്ല. ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് പോകുന്നത്, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് പോകുന്നത്, യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് പോകുന്നത് ഒക്കെ ഓരോ ഘട്ടവും ഓരോന്നിനെ പിന്നെ സന്നിധിക്കലാണ്. ഓരോരോ സന്യാസവും എന്തിനാണ്? അതിനുപരി മറ്റൊന്നിനെ കണ്ടുകൊണ്ടാണ്. പക്ഷെ പലപ്പോഴും
പലപ്പോഴും ഈ സന്യാസത്തിന് നമുക്ക് കഴിയാറില്ല. കഴിയും എങ്ങനെ?